ഹലോ എവ്രി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ഇൻഡെക്സിൻ്റെ അനാലിസിസ് ചെയ്യും. നാളത്തേക്ക് ഉള്ള അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം. നിഫ്റ്റി റെഗുലർലി ബിയറിഷ് തന്നെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. പെർഫെക്റ്റ് ബൗൺസും കാണിക്കുന്നുണ്ട്, പെർഫെക്റ്റ് ബൗൺസസ് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു നിഫ്റ്റി ഓവർ സോൾഡഡ് ആണ്. സോ 1 hour ചാർട്ടിൽ ഞാൻ ഓവർ സോൾഡ് കാണിച്ചായിരുന്നു. ഓവർ സോൾഡ് ആകുമ്പോഴത്തേക്ക് എന്ന പ്രൈസ് താഴെ നമ്മൾ സപ്പോർട്ടിലേക്ക് വന്നാൽ അവിടെ തീർച്ചയായിട്ടും ബൗൺസ് ചെയ്യും. ഇന്ന് അതുപോലെ തന്നെ മോർണിംഗിൽ ചെറിയൊരു അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരുന്നു. റൈറ്റ്, അതെ കണ്ടോ, ഇവിടെ അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരുന്നു 100 points. ബട്ട് ദ സെൽ ഓഫ് ആയി. ഓക്കെ, ഡേ ലോ ബിലോ വീണ്ടും നമ്മൾ സപ്പോർട്ട് കിട്ടി. ബട്ട് നമ്മുടെ ആ മേജർ സപ്പോർട്ടിലേക്ക് വന്നു. ഇതൊരു ശരിക്കും ഈ യെസ്റ്റർഡേ ലോ ബ്രേക്ക് ചെയ്താൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ യെസ്റ്റർഡേ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴത്തെ ലെവലിലേക്ക് വരും. അത് നമ്മുടെ മേജർ 2 സപ്പോർട്ട്സ് ഉണ്ട്, അവിടേക്ക് വരും. ഇന്ന് കാലത്ത് തന്നെ ആ ട്രേഡ് 24,800 വന്നു. പെർഫെക്റ്റ് പിൻബാർ ഫോമായി. ആൻഡ് ദെൻ എക്സാക്ട് നമ്മുടെ ആ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഏതായിരുന്നു, അത് യെസ്റ്റർഡേ ഡേ ലോ. പെർഫെക്റ്റ് അവിടെ ടച്ച്, വീണ്ടും അവിടെ നിന്നൊരു സെല്ലോ. ഇത് ഇന്നൊരു പിൻബാർ ഫോമായപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ഒരു ട്രേഡ് ആയിരുന്നു. ഞാൻ എക്സാക്ട്ലി നല്ലൊരു ട്രേഡ് അവിടെ നിന്ന് എടുത്തു പെർഫെക്റ്റ്ലി. എൻ്റെ കൂടെ വേറെ ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഇന്ന് ആകെ ഒരു ട്രേഡ് ഒരു സിംഗിൾ ട്രേഡ് ഞാൻ പിടിച്ചതുള്ളൂ. ബട്ട് ആ ട്രേഡ് നമ്മൾ നോക്കുകയാണെങ്കിലുണ്ടല്ലോ എത്ര പോയിൻറ്റ്സ് ആണല്ലോ. ഞാൻ ഓൾമോസ്റ്റ് 24,860 ഈ പിൻബാറിൻ്റെ ലാസ്റ്റ് ക്യാൻഡിൽ ഫോം ആവാറായിപ്പോൾ. ദാറ്റ് മീൻസ് എനിക്ക് കൺഫർമേഷൻ കിട്ടിയൊരു ജസ്റ്റ് ഈ ക്യാൻഡിൽ ഇപ്പോൾ പിൻബാർ ഫോം ആവുന്നു. എന്നിട്ടാണ് ഞാൻ ഇതിനകത്ത് 24,860 ആ ഒരു ടൈമിലാണ് ഞാൻ നമ്മുടെ ആ ട്രേഡ് ഞാൻ എടുത്തായിരുന്നു. ആൻഡ് ബുക്ക് ചെയ്ത് ഞാൻ 25,000 25,000 പെർഫെക്റ്റ് അല്ല, ജസ്റ്റ് 24,085 ആണ് ഇയർ. 160 or 150 to 160 പോയിൻറ്റ്സ് ആണ് ഈ സ്പോട്ടിൽ ഞാൻ ക്യാപ്ചർ ചെയ്തത്. സോ അങ്ങനെയൊക്കെയാണ് നമ്മൾ എല്ലാവരും കൂടി ട്രേഡ് എടുക്കേണ്ടതാണ്. കാരണം പിൻബാർ കോൺഫേം ആയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അപ്പോൾ പിന്നെ ഇവിടുന്ന് എന്തായാലും സപ്പോർട്ട് എടുക്കും. പിന്നെ നമ്മുടെ മേജർ സപ്പോർട്ട് കൂടിയാണ്, ഓവർ സോൾഡ് കൂടിയാണ്. അങ്ങനെ 2-3 കൺഫർമേഷൻ എനിക്കുണ്ടായിരുന്നതാണ് ഞാൻ ആ ട്രേഡ് എടുത്തത്. ഓക്കെ, സോ പെർഫെക്റ്റ് ഒരു ബൗൺസ് നമ്മൾ ലെവൽസ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വീണ്ടും അവിടെ നെക്സ്റ്റ് നമ്മുടെ റെസിസ്റ്റൻസ് അവിടെ നിന്ന് കണ്ട വീണ്ടും ഡേ പിന്നെ നമ്മൾ സപ്പോർട്ട് ബ്രേക്ക് ആയി. ദാറ്റ് മീൻസ് ആ ഈ ഒരു സപ്പോർട്ട് 24,980 റെസിസ്റ്റൻസ് ആയല്ലോ. ദറ്റ് അവിടെ നിന്ന് വീണ്ടും ഒരു സെൽ ഓഫ് വീണ്ടും വന്നു. ഡേ ലോ ബ്രേക്ക് ആയി. ദെൻ താഴെ നമ്മുടെ നെക്സ്റ്റ് മേജർ സപ്പോർട്ട് നമ്മുടെ ഇതായിരുന്നു 84,750. അവിടെ തന്നെ വന്നു കൺസോളിഡേഷൻ മാത്രം. പിന്നെ ലാസ്റ്റ് ഒരു സ്പൈക്ക്. ഓവറോൾ അവിടെ തന്നെ ഇപ്പോൾ കിടക്കുന്നുള്ളൂ. സോ നിഫ്റ്റി ഇപ്പോൾ കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. മീൻസ് ഇതുവരെ മാർക്കറ്റിൽ ഒന്നും നടക്കുന്നില്ല കറക്റ്റായിട്ട്. സെല്ലിങ് മാത്രമേ നടക്കുന്നുള്ളൂ, സ്പൈക്ക് ആൻഡ് സെല്ലർ. ഇനി നാളത്തേക്കുള്ളത് നമുക്ക് പറയാനുള്ളത്, ഇനി സപ്പോർട്ട് ഇത് മാറി. ഇനി സപ്പോർട്ട് നമ്മുടെ ഉള്ളത് 24,700. ഇതാണ് നമ്മുടെ ഇനി സപ്പോർട്ടായിട്ട് മാറുന്നത്. ഓക്കെ, റെസിസ്റ്റൻസ് യെസ് ഇത് തന്നെ 24,970 റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, പിന്നെ ഇത് ഇനി നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇത് മാറുന്നത് 25,140. ഇതിൻ്റെ അബവ് സ്ട്രക്ചർ ചേഞ്ച് ആവാൻ ഉള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഒത്തിരി ലെവൽസ് ഞാൻ തരുന്നില്ല, കാരണം അത്രയ്ക്ക് ശരിക്കും മുകളിലേക്ക് ഇല്ലല്ലോ, അതുകൊണ്ടാണ്. ഇനി നെക്സ്റ്റ് ബൈ ചാൻസ് ഇനി ഇന്നത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് നമ്മുടെ ബാക്ക് ടെസ്റ്റ് നമ്മുടെ 1 hour ചാർട്ടിൽ പോവുക. ബാക്ക് താഴെ പോയി നോക്കുകയാണെങ്കിൽ യെസ് നമുക്ക് കിട്ടുന്നത് ഇതേപോലെയാണ്. ഈ ഒരു ഫുൾ പോർഷൻ ഇതിൻ്റെ 1 hour ചാർട്ടിൻ്റെ ഈ ഒരു വിഗിൻ്റെ ലോ ഇത് ഫുള്ള് നമ്മുടെ നാളത്തെ ഒരു സപ്പോർട്ടായിട്ടാണ് മാറുന്നത്. ഓക്കെ, ആ സപ്പോർട്ട് എവിടെ വരെയാണെന്ന് വെച്ചാൽ 24,650 ആൻഡ് 24,000. ഈ ക്യാൻഡിലിൻ്റെ ലോ 24,600. ഓക്കെ, ഈ 2 സപ്പോർട്ട് നാളത്തേക്ക് ഐ തിങ്ക് നല്ല ഒരു മേജർ സപ്പോർട്ടായിട്ട് മാറേണ്ടതാണ്. കാരണം നിഫ്റ്റിയുടെ ഒത്തിരി കൺസോളിഡേഷൻ കഴിഞ്ഞു. പിന്നെ നാളെ വേറൊരു ടോപ്പിക്കിലേക്ക് ഞാൻ സ്ലോലി നിങ്ങൾക്ക് കടത്താം. നാളെ GAN ഡേറ്റ് കൂടിയാണ്. GAN മീൻസ് WD GAN, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും GAN. ഓക്കെ, സോ ഇല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിൽ ഫസ്റ്റ് സെർച്ച് ചെയ്യുക ഗൂഗിളിൽ, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ ചെറുതായിട്ട് ഇത് ട്രാക്ക് ചെയ്യാറുണ്ട്. ആ ഡേറ്റ് കാര്യങ്ങളൊക്കെ ശരിക്കും അത് ഞാൻ മാത്രമല്ല ഓവറോൾ ഒത്തിരി പേര് FIs DIs ഒക്കെ അത് ശരിക്കും ട്രാക്ക് ചെയ്യാറുണ്ട്. അത് എപ്പോഴും വർക്ക് ആവണമെന്നില്ല, ബട്ട് സം ടൈംസ് ഇതൊക്കെ വർക്ക് ആവാറുണ്ട്. ഓക്കെ,
സോ എന്തായാലും അതിൻ്റെ കാര്യം പതിയെ സ്ലോലി നമ്മൾ വരുന്ന ഇനി വീഡിയോസിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് ഞാൻ ഓരോരായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ ഈ ചാനൽ ശരിക്കും പ്രോപ്പർലി ഒരു ചാർട്ട് ബേസ്ഡ് ആണ്, ലേണിംഗ് ആണ്, ഓൺ ചാർട്ട്സിലാണ്. സോ ഞാൻ മറ്റതിലേക്ക് എനിക്ക് കൺഫ്യൂഷൻ തരാനുള്ള ഒരു അതിലേക്കല്ല. ബട്ട് യെസ്, നാളെ ഒരു അങ്ങനത്തെ ഒരു ഡേറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്ന് നോക്കുകയാണെങ്കിൽ റെഡ് ക്രോസ്, റെഡ് ക്യാൻഡിൽ ആണ്, റെഡ് 3 ക്യാൻഡിൽ കറക്റ്റ് വന്നിങ്ങനെ. സോ ഫോർത്ത് മേ ബി ഒരു പോസ് ഓർ ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ചിലപ്പോൾ നാളെ ഒരു ഡോജി ഓർ നാളെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണ് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഗ്യാരൻറ്റി ഇല്ല, ബട്ട് യെസ് എക്സ്പെക്റ്റിംഗ് ആണ്. ഓക്കെ സോ നാളെ നമ്മൾ എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മളെ മേജർ സപ്പോർട്ട്സ് ഇപ്പോൾ മനസ്സിലായാലോ. ഇന്നത്തെ ഡേയിലും 24,700, 650 to 600 ഓവറോൾ. ദാറ്റ് മീൻസ് താഴെ സപ്പോർട്ട്സ് ഇഷ്ടം പോലെ എടുക്കും നമുക്ക് നാളത്തേക്ക്. ഓക്കെ, റെസിസ്റ്റൻസ് ഞാൻ എല്ലാം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് 24,922 ആയിരിക്കും കേട്ടോ. 24,922, കാരണം ഇന്ന് നല്ലൊരു സെൽ ഓഫ് ആണ് അവിടെ നിന്ന് ജനറേറ്റ് ആയിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് മേജർ റെസിസ്റ്റൻസ് 24,140, 35 ആണ് വരുന്നത്. അതൊക്കെയാണ് നമ്മുടെ റെസിസ്റ്റൻസ്. പിന്നെ അതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ ദാറ്റ് മീൻസ് എക്സ്പാൻഡിങ് ഈ ഒരു നമ്മുടെ ട്രയാങ്കിൾ ഉണ്ടായ എക്സ്പാൻഡിങ് ചാനൽ, അതിൻ്റെ ബ്രേക്ക് ഔട്ടുള്ള ചാൻസസ് കൂടുതലുണ്ടാവും. ദാറ്റ് മീൻസ് പിന്നെ സ്ലോ 24,560. ഞാൻ ഇവിടുന്ന് ഒത്തിരി ബിയറിഷും അല്ല, ഒത്തിരി ബുള്ളിഷും അല്ല എന്ന് പറയാം. റീസൺ, താഴേക്ക് സെൽ ഓഫ് ശരിക്കും ലിമിറ്റഡ് ആണ്. ഓക്കെ, ബട്ട് മുകളിലേക്ക് ചാർട്ട്സിൽ മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ബട്ട് അതും അത്രയ്ക്ക് ഹ്യൂജ് അല്ല. റീസൺ കാരണം ശരിക്കും എല്ലാ ബൗൺസിലും സെൽ ഓഫ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഇൻട്രാഡേ മാത്രമേ സ്ലോലി മാത്രമേ നമുക്കത് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓവറോൾ സ്ട്രക്ചർ ഇപ്പോൾ കൺഫ്യൂസിങ് ആണ്. ഓക്കെ, ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിൽ നിങ്ങളത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബൗൺസാണ്. ഓക്കെ, ആ ബൗൺസ് എത്രത്തോളം സസ്റ്റെയിൻ ആവും, അല്ലെങ്കിൽ വീണ്ടും അടുത്ത സെൽ ഓഫ് വരുമോ, നമുക്കത് നോക്കേണ്ടി വരും. ഓക്കെ, ഫസ്റ്റ് ബൗൺസ് വരുമോ ഇല്ലാതെ ആദ്യം ബൗൺസ് വരട്ടെ, അത് കഴിഞ്ഞിട്ട് ആ കാൽക്കുലേഷൻ ബേസിലായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ നിഫ്റ്റിയുടെ എത്രയേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മസ്റ്റായിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്യുക, ഫ്രണ്ട്സ് ഡിസ്കസ് ചെയ്യുക ഈ എൻ്റെ ചാനൽ. പിന്നെ ഫസ്റ്റ് കാര്യം പറയാനുള്ളതാണ്, ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഉണ്ടാക്കിയായിരുന്നു. OI ഇൻഡിക്കേറ്റർ ബേസ്ഡ് വീഡിയോ ആണ്. അതിൽ ശരിക്കും അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടില്ല. പക്ഷേ യെസ്, ഒത്തിരി നമ്മുടെ കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട്, അവർ കംപ്ലയിൻറ്റ് ചെയ്തായിരുന്നു. മീൻസ് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. OI ഡാറ്റ അവർക്ക് വായിക്കാൻ അറിയത്തില്ല, അവർ ഈ OI ഡാറ്റ എങ്ങനെ നോക്കും, അങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. സോ ഞാൻ എന്ത് ചെയ്തു, ഒരു വീഡിയോ ഉണ്ടാക്കി. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാർട്ടിൽ തന്നെ OI ഡാറ്റ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ചാർട്ടിൽ തന്നെ താഴെ RSI വരുമല്ലോ, അതുപോലെ തന്നെ ഒരു OI ഡാറ്റ വീണ്ടും നമുക്ക് ഇതിനകത്ത് ഇവിടെ തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അത് ഒരു കറക്റ്റ് ആ ഒരു വീഡിയോ എങ്ങനെയാണ്, അത് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയി വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അത് നമുക്ക് ശരിക്കും CNP ചാർട്ടിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. CNP പ്രീമിയം ചാർട്ട്സിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്പോട്ട് ചാർട്ടിൽ അത് വരുന്നില്ല. ഞാനിപ്പോൾ ഇത് നമ്മുടെ സെറ്റിങ്സ് പോവുക, ഇവിടെ OI ഡാറ്റ സെർച്ച് ചെയ്താലുണ്ടല്ലോ, ഓപ്പൺ ഇൻട്രസ്റ്റ്, യെസ് ഇത് വരുന്നുണ്ട്, ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെറ്റായി. ബട്ട് ഇവിടെ കൊണ്ടോ OI ഡാറ്റ വരുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നാമത്തെ ഓഫാണല്ലോ മാർക്കറ്റ്, താഴെ വരുന്നില്ല, താഴെ കാണേണ്ടതാണ്. പിന്നെ പ്രീമിയം ചാർട്ടിലാണ് ശരിക്കും നമ്മൾ നോക്കേണ്ടത്. സോ അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കൂടി അത് നോക്കുക, മസ്റ്റായിട്ട് മറക്കരുത് കേട്ടോ ആ ഒരു വീഡിയോ നോക്കാൻ. നല്ലൊരു വീഡിയോ ആണ്. താഴെ ചാർട്ടിൽ തന്നെ ലൈവ് ചാർട്ടിൽ നമുക്ക് ഈ നമ്മുടെ സ്പോട്ട് ചാർട്ടിൻ്റെ കൂടെ തന്നെ നമുക്കത് കാണാൻ പറ്റും. ഡീറ്റെയിൽ ആയ ഒരു ഫുൾ വീഡിയോ ആണ്. നല്ല ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എല്ലാ തവണ ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങനെ വേറെ ചാർട്ടിൽ പോയി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക, കമ്പയർ ചെയ്യുക ഡാറ്റ എങ്ങനെയാണ്, കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റി അനാലിസിസ് ചാർട്ടിലേക്ക് കിടക്കാം. ബാങ്ക് നിഫ്റ്റി കണ്ടോ, ഓവറോൾ ചാനലിലായിരുന്നു. നമ്മുടെ പെർഫെക്റ്റ് ലെവൽസാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ബ്രൗൺ റെഡ് ലൈൻ ഡിലീറ്റ് ചെയ്ത് ചെയ്യുക. റീസൺ അതിപ്പോൾ ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ചാനലിലാണ്. ബട്ട് ചാനലിൽ താഴത്തെ ആ സപ്പോർട്ട് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു കണ്ടോ. നമ്മുടെ ഞാൻ ഈ ലെവൽസ് എല്ലാം ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്ത ലെവൽസ് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. 50,350 അവിടെ തന്നെ കൺസോളിഡേഷൻ അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്തു. ആൻഡ് വീണ്ടും ഒരു 1000 പോയിൻറ്റ്സിൻ്റെ സ്പൈക്കാണ് നമ്മുടെ ആ ഒരു ലെവൽ ഇവിടെ നിന്ന് കിട്ടിയത്. കണ്ടോ, 50,350 നമ്മുടെ ലെവലായിരുന്നു. അവിടെ നിന്ന് സ്പൈക്ക് കിട്ടിയത് ഓൾമോസ്റ്റ് 51,500 നിയർ. ഓക്കെ, സോ നല്ല ഒരു 1000 പോയിൻറ്റ്സ് അബവ് ആണ് ആ ഒരു സ്പൈക്ക് നമുക്ക് കിട്ടിയത്. സോ നല്ലൊരു സ്പൈക്ക് തന്നെയാണ്
പക്ഷെ അതേപോലെ തന്നെ തിരിച്ചു വന്നു. ആകെ ഒരു ട്രാപ്പ് തന്നെയാണ്, ഭയങ്കര ട്രാപ്പായിരുന്നു, ഒന്നും പറയണ്ട. ശരിക്കും അതാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നമ്മൾ ഈ മാർക്കറ്റിൽ മാക്സിമം നമ്മൾ സ്കാൽപ്പ് ചെയ്താൽ മാത്രമേ നിവർത്തിയുള്ളൂ. ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണിയായിരിക്കും. പിന്നെ അല്ലെങ്കിൽ സെല്ലേഴ്സ് ഉണ്ടാവണം, ഓപ്ഷൻ സെല്ലർ. പക്ഷേ ഓപ്ഷൻ സെല്ലേഴ്സും ഇവിടെ കൺഫ്യൂഷൻ ആയിരിക്കും, അവർക്കും തന്നെ അവർ തന്നെ പേടിച്ച് പോകും. നമ്മൾ ഇത്രയ്ക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്പൈക്ക്, 1000 പോയിന്റ് സ്പൈക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര റെയറാണ് ഇതൊക്കെ. ഒന്നാമത് പ്രൈസ് സസ്റ്റെയിൻ ആവില്ല, അതാണ് പ്രശ്നം. സ്പൈക്ക് വന്നു, ഇവിടെ സസ്റ്റെയിൻ ആവണ്ടേ, 1000 points ഒക്കെ സസ്റ്റെയിൻ ആവേണ്ടതാണ്, ബട്ട് ആവുന്നില്ല. മാർക്കറ്റ് ശരിക്കും ഇത്രയും ഭയങ്കര വോളട്ടൈലാണ് കേട്ടോ. ഞാൻ അടുത്തൊന്ന് എല്ലാവരും കൂടി സൂക്ഷിച്ച് ട്രേഡ് ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളതാണ് കേട്ടോ. യെസ്, ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഈ ലെവൽസൊക്കെ ഇനി ഡിലീറ്റ് ചെയ്യാം. ഇനി വരുന്ന ലെവൽസാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ ഈ റെസിസ്റ്റൻസ് ഇവിടത്തേക്ക് വരച്ചു 51,510 ആൻഡ് 15 സ്റ്റാർട്ടിലാണ്. ഇതൊക്കെ നല്ലൊരു റേഞ്ചായി ഐ തിങ്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ. ഇത് നല്ല റേഞ്ചായിട്ടാണ് മാറിയിരിക്കുന്നത്. ഈ ഇത്രയൊക്കെ ഈ ഒരു പോയിൻറ്റ്സ് 50,350 to 51,500 വരെ നല്ല റേഞ്ചാണ്. കാരണം ഇടയ്ക്ക് വേറെ ഒന്നും പ്രൈസ് ആക്ഷൻ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ഡേ ലോ സേവ് ചെയ്യുക, 50,340 ആക്കി പെർഫെക്റ്റ്ലി. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ 40,006 നെക്സ്റ്റ് ലെവൽ 49,670 പോവുകയുള്ളൂ. 1 hour ചാർട്ടിൽ പോയി നമ്മൾ നോക്കുക, ഒന്നുകിൽ താഴത്തെ വേറെ ലെവൽസ് എല്ലാം ഉണ്ടോ. ശരിക്കും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കേണ്ടതാണ് ഐ തിങ്ക് സോ. ഓക്കെ, 50,000 നല്ലൊരു റൗണ്ട് നമ്പർ കൂടിയാണ്, അതുകൂടി മാർക്ക് ചെയ്ത് വെക്കണം. കണ്ടോ, ഈ ഗ്രീൻ ക്യാൻഡിലെ ലോ കൂടിയാണ്. ഓക്കെ, അത് എത്രയാണ്? 49,950. സോ 2 സപ്പോർട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇതിലും. ഓക്കെ, ചാനൽ ബ്രേക്ക് ആയി, ബട്ട് യെസ് കൺസോളിഡേഷൻ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. സോ കീപ്പ് ചെയ്യുക, നോക്കാം നാളെ ഓപ്പണിംഗ് എങ്ങനെയാണ്. ഞാൻ ഇവിടുന്ന് ശരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ബൗൺസ് ആണ്. താഴേക്ക് വന്നിട്ട് ബൗൺസ് ആണോ, അല്ലെങ്കിൽ ഇവിടെ തന്നെ ബൗൺസ് കിട്ടുന്നുണ്ടോ, അതാണ് നോക്കേണ്ടത്. ഓവറോൾ അതാണ് എനിക്ക് നോക്കേണ്ടത്. അല്ലാണ്ട് നമുക്ക് പ്രൈസ് ആക്ഷൻ ബേസിൽ നമ്മൾ ട്രേഡിങ് ചെയ്തില്ലെങ്കിൽ ശരിക്കും ശരിയാവില്ല. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ അങ്ങനെ ട്രേഡ് ചെയ്താൽ നമുക്ക് പണി തന്നെ ആയിരിക്കും. നമ്മൾ ശരിക്കും പ്രൈസ് ആക്ഷൻ ബേസിൽ വേണം ട്രേഡ് ചെയ്യാൻ. മാർക്കറ്റ് അവേഴ്സിൽ നമ്മൾ പ്രൈസ് നോക്കി വേണം ട്രേഡ് ചെയ്യാൻ. യെസ്, ഇനി ഇതിൻ്റെ റെസിസ്റ്റൻസ് വരുന്നത് നമ്മുടെ 52,570 ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. 52,820. മുകളിലത്തെ ലെവൽസ് ഞാൻ തരുന്നതെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി ഇത്രയ്ക്ക് വോളട്ടൈലാണ്, അത് കണ്ടിട്ടാണ് മുകളിലത്തെ ലെവൽസ് ഞാൻ കൂടി തരുന്നത്. റീസൺ 51,500 സസ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകാനുള്ള ചാൻസസ് കൂടുതൽ, നേരെ അടിച്ചങ്ങോട്ട് കയറും ബൈ ചാൻസ് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയാൽ. മാർക്കറ്റ് വോളട്ടൈലാണ്, ഒന്നും ഇപ്പോൾ എനിക്ക് പറയാനില്ല. മാർക്കറ്റ് നാളെ ഫ്ലാറ്റ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എങ്ങനെയാണെന്നൊന്നും പറയാനില്ല. ബട്ട് യെസ്, പീല് പുട്ട് സൈഡ് ആരും ഇരിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഫ്രഷ് പീല് ഇപ്പോൾ BTST ആയിട്ടൊന്നും ആരും എടുക്കേണ്ട, പറയാൻ പറ്റില്ല. സഡൻ ഒരു ദിവസം നല്ലൊരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആയിരിക്കും. ബാക്കി ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ SLs കൊണ്ടുപോകും. മനസ്സിലായോ? അങ്ങനെയല്ലല്ലോ ട്രാപ്പിംഗ് നടക്കുന്നത്. ട്രാപ്പിംഗ് എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പോൾ ഇത്ര പേര് ഇവിടെ സെല്ലേഴ്സ് എന്തോരം SL ഇവിടെ സപ്പോസ് ഞാനൊരു കാര്യം പറയാം. ഇവിടെ നിന്ന് ഈ ഗ്യാപ്പ് ഡൗൺ വരുന്ന മുന്നേ ഇവിടെ പുട്ടെടുത്ത ആളുകൾ അവരുടെ SL അവർ പുട്ടെടുത്തു. സോ അവർ പ്രോഫിറ്റിലാണല്ലോ. അവിടെ SL എന്തായിരിക്കും? C2C, കോസ്റ്റ് ടു കോസ്റ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ അബവ്. ഓക്കെ, ഈ ക്യാൻഡിലിൻ്റെ അബവ്, റൈറ്റ്. പിന്നെ ഇവിടുന്ന് ഫ്രഷ് പൊസിഷൻ ഉണ്ടാക്കിയ ആളുകൾ, ഈ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടുന്ന് ഫ്രഷ് പൊസിഷൻ ഉണ്ടാക്കിയ ആളുകൾ അവർ ഫുൾ പ്രോഫിറ്റിലായിരിക്കും. സ്റ്റിൽ കുറച്ച് പേർ ഹോൾഡിലുണ്ടാവും. അവരുടെ SL എന്തായിരിക്കും? 52,570. കറക്റ്റ് കോസ്റ്റ് ടു കോസ്റ്റ്. കാരണം അവർ ഇത്രയ്ക്ക് പ്രോഫിറ്റ് കണ്ടിട്ടുണ്ടല്ലോ. അതിൽ 100% ക്വാണ്ടിറ്റി എന്തെങ്കിലും 1000 ലോട്ട്സ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവർ 90% ഒരു 80% ബുക്ക് ചെയ്ത് കാണും. ബാക്കിയുള്ള കോസ്റ്റ് വെച്ചിട്ടുണ്ടാവും. സോ അവരുടെ SL ഇവിടെ അടിച്ച ആളുകൾ അവരുടെ SL ഇവിടുത്തെ SL എത്ര പേരുടെ SL ഇവിടെ ഉണ്ടാവും. മനസ്സിലായോ? സോ നാളെ അപ്കമിങ് ഡേയ്സ് എപ്പോഴെങ്കിലും ബൈ ചാൻസ് മാർക്കറ്റ് 51,500 അബവ് സസ്റ്റെയിൻ ആയാൽ അടിച്ച് ഇങ്ങനെ കയറും. മനസ്സിലായോ? അപ്പോൾ ഇവരുടെ SL കിട്ടും. ഇവിടെ ഇരിക്കുന്ന ആളുകൾ എല്ലാവരുടെ SL അവർക്ക് കിട്ടും. മാർക്കറ്റിക്ക് എന്താ വേണ്ടത്? SLs മീൻസ് നമ്മുടെ ഈ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ അവരുടെ SL അവരുടെ ആ പ്രോഫിറ്റ് ഓർ അവരുടെ ആ പൈസ, അതാണ് മാർക്കറ്റിക്ക് വേണ്ടത്. ഇനി ഗ്യാപ്പ് ഡൗൺ താഴേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിക്ക് എവിടെ SL കിട്ടുന്നത്? ഫ്രഷ് SLs ഒന്നുമില്ലല്ലോ മാർക്കറ്റിൽ. ഇപ്പോൾ പുട്ടിൽ ആരും ഇല്ലല്ലോ. പുട്ടിൽ എല്ലാവരും പേടിച്ചിട്ട് പുട്ടെടുക്കുന്നില്ല. ബൗൺസ് വന്നാലല്ലേ ഒരു പുട്ടെടുക്കുകയുള്ളൂ. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞ ഒരു റീസൺ. സോ എല്ലാവരും നോക്കി
കീപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.